റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 3-ാം ക്ലാസ്സിലെ താരീഖ് 7-ാമത്തെ പാഠം പിതൃവ്യൻ്റെ തണലിൽ എന്നാണ് പാഠം. ആ പാഠമാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം. എന്താണ്? നബി തങ്ങളുടെ കുട്ടിക്കാലം നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കും. നബി തങ്ങളുടെ കുട്ടിക്കാലം നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കും. ഈറനണിയിക്കും എന്ന് പറഞ്ഞാൽ കണ്ണീരണിയിപ്പിക്കുന്നർത്ഥം. നബി തങ്ങളുടെ കുട്ടിക്കാലം വളരെ പ്രയാസകരമായ കുട്ടിക്കാലമായിരുന്നു. ആ കഥകളൊക്കെ കേട്ടാൽ നമുക്ക് കരച്ചിൽ വരും എന്നാണ് പറയുന്നത്. നോക്കൂ, എന്തൊക്കെയായിരുന്നു? ഉപ്പയെ ഒരു നോക്ക് കണ്ടിട്ടില്ല. നമ്മുടെ നബി തങ്ങൾ ഉപ്പയെ എന്ത് ചെയ്തിട്ടില്ല? ഒരു നോക്ക് കണ്ടിട്ടില്ല, ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല എന്ന്. കാരണം നബി തങ്ങളെ പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപ്പ വഫാത്തായിട്ടുണ്ട്. അപ്പോൾ ഉപ്പാനൊരു നോക്ക് പോലും കണ്ടിട്ടില്ല. പിന്നെ ആകുള്ളത് ആരാണ്? ഉമ്മയാണ്. ഉമ്മയുടെ സ്നേഹവാത്സല്യം അധിക കാലം അനുഭവിക്കാനുമായില്ല. പിന്നെ നോക്കുന്നത് ഉമ്മയാണ്. ഉമ്മയുടെ സ്നേഹവാത്സല്യം കൂടുതൽ കാലം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. 6 വയസ്സായപ്പോൾ, നബി തങ്ങൾക്ക് 6 വയസ്സായ സമയത്ത് ഉമ്മയും വഫാത്തായിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ചെറുപ്പകാലത്ത് എന്തായാലും ഉമ്മയും ഉപ്പയും അവരെ സഹായങ്ങളും അവരെ സ്നേഹവാത്സല്യങ്ങളൊക്കെ വേണം. അത് ഉപ്പയുടേത് തീരെ കിട്ടിയിട്ടില്ല. കാരണം നബി തങ്ങൾ പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഉപ്പ വഫാത്തായിട്ടുണ്ട്. ഉമ്മയുടെ സ്നേഹവാത്സല്യം അത് വളരെ കൂടുതൽ കാലം കിട്ടിയിട്ടില്ല. 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും എന്ത് ചെയ്തിട്ടുണ്ട്? വഫാത്തായിട്ടുണ്ട്. ബാക്കി നോക്കൂ. 2 പേരും നഷ്ടമായ മുത്തുനബിക്ക് ആശ്രയം ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബായിരുന്നു. ഉമ്മയും ഉപ്പയും വഫാത്തായി. പിന്നെ നബിക്ക് ആശ്രയം ആരാണ്? അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ നബിൻ്റെ ഉപ്പാപ്പയാണ്. വല്ലിപ്പ എന്നൊക്കെ പറയും. അവരായിരുന്നു. ഇനിയോ, നബി തങ്ങളുടെ 8-ാം വയസ്സിൽ ഉപ്പാപ്പയും ഇഹലോകവാസം വെടിഞ്ഞു. നബി തങ്ങൾക്ക് 8 വയസ്സായപ്പോഴേക്ക് 8-ാമത്തെ വയസ്സിൽ ആരും? ഉപ്പാപ്പയും എന്ത് ചെയ്തു? അഥവാ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബും ഇഹലോകവാസം വെടിഞ്ഞു. ഇഹലോകവാസം വെടിഞ്ഞു പറഞ്ഞാൽ അവരും വഫാത്തായി എന്നർത്ഥം. അപ്പോൾ എത്രാമത്തെ വയസ്സിലാണ് നബി തങ്ങളുടെ എത്രാമത്തെ വയസ്സിലാണ് ഉപ്പാപ്പ വഫാത്തായത്? 8-ാമത്തെ വയസ്സിൽ. മറക്കണ്ട. ഇനി ബാക്കി നോക്കൂ. അബ്ദുൽ മുത്തലിബ് മരണാസന്നനായപ്പോൾ നബി തങ്ങൾക്ക് സംരക്ഷണം നൽകാനായി അബൂ ത്വാലിബിനെ ചുമതലപ്പെടുത്തി. അബ്ദുൽ മുത്തലിബ് മരണാസന്നനായപ്പോൾ എന്ന് പറഞ്ഞാൽ മരിക്കാൻ സമയമായപ്പോൾ നബി തങ്ങൾക്ക് സംരക്ഷണം നൽകാനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? അബൂ ത്വാലിബിനെ ചുമതലപ്പെടുത്തി. നബി തങ്ങളുടെ ഒരു പിതൃവ്യൻ എളാപ്പയായിരുന്നു അബൂ ത്വാലിബ്. അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. ആരാണ് നബി തങ്ങളുടെ എളാപ്പ എന്ന് പറഞ്ഞാൽ? അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ആരാണ്? അബ്ദുൽ മുത്തലിബിൻ്റെ ഒരു മകനാണ് ആര്? അബൂ ത്വാലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ ഒരു മകനാണ് നമ്മുടെ നബിയുടെ ഉപ്പ അബ്ദുള്ള. മറ്റൊരു മകനാണ് ആര്? അബൂ ത്വാലിബ്. അപ്പോൾ അത് നബിയുടെ എളാപ്പയായിട്ട് വരുമല്ലോ. അപ്പോൾ അബൂ ത്വാലിബിനെ എന്ത് ചെയ്തു? ചുമതലപ്പെടുത്തി. ആരാണ് ഈ അബൂ ത്വാലിബ്? നബി തങ്ങളുടെ പിതൃവ്യനായിരുന്നു അബൂ ത്വാലിബ്. അപ്പോൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നബി തങ്ങളുടെ പിതൃവ്യനാണ്. മറക്കണ്ട. ഇനി സ്നേഹവും കരുണയും വാത്സല്യവുമുള്ളവർ ആയിരുന്നു അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് എങ്ങനെയുള്ള ആളായിരുന്നു? സ്നേഹവും കരുണയും വാത്സല്യവുമുള്ള ആളായിരുന്നു. നബിയെ ഒപ്പമിരുത്തി മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. അദ്ദേഹം ഭക്ഷണം കഴിക്കണമെങ്കിൽ നബിയെ ഒപ്പമിരുത്തണം. നബിയെ ഒപ്പമിരുത്തിയിട്ട് മാത്രമായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ ആജ്ഞയനുസരിച്ച് ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്തതിൻ്റെ പേരിൽ നബി തങ്ങളെ ഉപദ്രവിക്കാൻ ഖുറൈശികൾ ശ്രമിച്ചു. അല്ലേ? ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്തതിൻ്റെ പേരിൽ നബി തങ്ങളെ ഖുറൈശികൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അപ്പോൾ നബി തങ്ങൾക്ക് സംരക്ഷണം നൽകിയത് അബൂ ത്വാലിബായിരുന്നു. ആ സമയത്തൊക്കെ നബി തങ്ങൾക്ക് സംരക്ഷണം നൽകിയത് അബൂ ത്വാലിബായിരുന്നു. നബീനെ നോക്കിയതും ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങളൊന്നും ഏൽക്കാതെ സംരക്ഷിച്ചതൊക്കെ അബൂ ത്വാലിബായിരുന്നു.
ഇനി ഖുറൈശികളുടെ ഉപരോധം കാരണം നബിയും കുടുംബവും ഷിഅബിൽ ഖുറൈശികളുടെ ഉപരോധം കാരണം നബിയും കുടുംബവും ഷിഅബിൽ താമസിക്കേണ്ടി വന്നപ്പോൾ അബൂ ത്വാലിബ് കൂടെയുണ്ടായിരുന്നു. അഥവാ നബി തങ്ങളെയും കുടുംബത്തിനൊക്കെ ഉപരോധം ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല, വെള്ളം കൊടുക്കാൻ പാടില്ല, തീ കൊടുക്കാൻ പാടില്ല, അവരോട് ഒരു നിലക്കുള്ള ബന്ധം പാടില്ല എന്ന് ഖുറൈശികൾ പിന്നെ അവിടെ ആജ്ഞാപിച്ചപ്പോൾ പിന്നെ അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല വീട്ടിൽ. അപ്പോൾ നബിയും കുടുംബമൊക്കെ എന്ത് ചെയ്തു? ഷേബ് അബൂ ത്വാലിബ് എന്നൊക്കെ പറയും, ഒരു മലഞ്ചെരുവിൽ വന്ന് താമസമാക്കി. അപ്പോൾ അബൂ ത്വാലിബും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി നോക്കൂ, ഖദീജ ബീവിയുമായുള്ള നബിയുടെ വിവാഹത്തിന് നേതൃത്വം നൽകിയത് അബൂ ത്വാലിബായിരുന്നു. അപ്പോൾ നബി തങ്ങൾ ആദ്യമായി വിവാഹം ചെയ്ത ഖദീജ എന്നവരെ, ഖദീജ റളിയല്ലാഹു അൻഹ, ആ വിവാഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അബൂ ത്വാലിബായിരുന്നു. അടുത്തത് 42 വർഷമാണ് നബി തങ്ങൾ പിതൃവ്യൻ്റെ തണലിൽ വളർന്നത്. അപ്പോൾ കൂടുതൽ കാലം അല്ലേ, 42 വർഷം നബി തങ്ങൾ എന്ത് ചെയ്തു? ഈ അബൂ ത്വാലിബ് എന്ന നബിയുടെ പിതൃവ്യൻ്റെ തണലിൽ വളർന്നു. ഇനി ബോക്സിലുള്ളൊരു കാര്യം നോക്കൂ, എന്താണത്? നബി തങ്ങളുടെ കുട്ടിക്കാലത്ത് മക്കയിൽ ഒരു വരൾച്ചയുണ്ടായി. മക്കയിൽ ഒരു വരൾച്ചയുണ്ടായി പറഞ്ഞാൽ വെള്ളമൊന്നും കിട്ടാതെ ആകെ പ്രയാസപ്പെട്ടു. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? അബൂ ത്വാലിബിനെ സമീപിച്ചു. അബൂ ത്വാലിബ് അന്നത്തെ അവിടുത്തെ അവരുടെ നേതാവായിരുന്നു. ജനങ്ങളൊക്കെ അബൂ ത്വാലിബിനെ സമീപിച്ചു, അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചു. നബിയുടെ ചെറുപ്പകാലത്താണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ വെള്ളം കിട്ടണില്ല എന്നുള്ള പ്രയാസങ്ങളൊക്കെ അബൂ ത്വാലിബിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം നബി തങ്ങളെയും കൊണ്ട് കഅബ ഷരീഫിലെത്തി. അബൂ ത്വാലിബ് നമ്മുടെ നബിയെ എടുത്തിട്ട് നബിയെ കൊണ്ട് കഅബ ഷരീഫിലെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? കുട്ടിയെ കഅബയോട് ചേർത്ത് നിർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നബി എന്ത് ചെയ്തു? കുട്ടിക്കാലത്താണല്ലോ, കുട്ടിയെ കഅബയോട് ചേർത്ത് നിർത്തി. നബി തങ്ങൾ എന്ത് ചെയ്തു? നബി തങ്ങൾ കൈവിരൽ ഉയർത്തി ആംഗ്യം കാണിച്ചു. മഴ വർഷിക്കാനുള്ള രീതിയിൽ ആംഗ്യം കാണിച്ചു. ഉടനെ എന്ത് ചെയ്തു? മഴ വർഷിക്കുകയുണ്ടായി. ഇത് നബിയുടെ ചെറുപ്പകാലത്തുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് നോക്കൂ, ഈ പേജിൽ അവസാനമായിട്ട് നബി തങ്ങളുടെ ജീവചരിത്രം നമ്മളിതുവരെ നബി തങ്ങളുടെ ജീവചരിത്രം പല ഭാഗങ്ങളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് പറയാണ്. ഫസ്റ്റ് എന്താ? പോറ്റുമ്മ അല്ലേ? പെറ്റുമ്മ അല്ല, പോറ്റുമ്മ. എന്താണ് പറയുന്നത്? ഹലീമ ബീവി 4 വയസ്സ് വരെ നബി തങ്ങളെ പോറ്റി വളർത്തി. അതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. പ്രസവിച്ച ഉടനെ പിന്നെ ആമിന ബീവി കുറച്ച് ദിവസം മുല കൊടുത്തു. പിന്നെ സുവൈബത്തുൽ അസ്ലമിയ എന്നവരെ ഏൽപ്പിച്ചു. അതിനുശേഷം ഹലീമ ബീവിയെ ഏൽപ്പിച്ചു. 4 വർഷം എന്ത് ചെയ്തു? 4 വയസ്സ് വരെ നബി തങ്ങളെ പോറ്റി വളർത്തിയത് ഹലീമ ബീവി ആയിരുന്നു. ആ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ മാതാവിനെ കുറിച്ച് കുറച്ച് കാര്യം പറയണം. എന്താണ്? ആമിന ബീവി നബിയുടെ 6-ാം വയസ്സിൽ അബവായിൽ രോഗം ബാധിച്ചു വഫാത്തായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബിക്ക് 6 വയസ്സുള്ള സമയത്ത് നബിയും ആമിന ബീവിയൊക്കെ മദീനയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അബവാ എന്ന സ്ഥലത്ത് വെച്ച് രോഗം ബാധിച്ചു, അവിടെ വെച്ച് വഫാത്തായി. അപ്പോൾ ആദ്യത്തെ ഈ പോറ്റുമ്മ എന്നുള്ള കോളത്തിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക. 4 വയസ്സ് വരെയാണ് എന്ത് ചെയ്തത്? പോറ്റി വളർത്തിയത്. രണ്ടാമത് മാതാവ് എന്നുള്ളിടത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. നബിയുടെ 6-ാമത്തെ വയസ്സിലാണ് ഉമ്മ ആമിന ബീവി വഫാത്താകുന്നത്. അത് അബവായിൽ വെച്ചിട്ടാണ്, ആ സ്ഥലം, വയസ്സ്, ആ 2 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. രോഗം ബാധിച്ചതും വഫാത്തായതും 6-ാമത്തെ വയസ്സിൽ അബവ എന്ന സ്ഥലത്ത് വെച്ച്. ഇനി അടുത്ത ഇതിൽ പിതാവ് എന്നുള്ളിടത്ത് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? അബ്ദുള്ള നബി ജനിക്കുന്നതിന് 7 മാസം മുമ്പ് വഫാത്തായി. നമ്മൾ പാഠഭാഗത്തിൻ്റെ തുടക്കത്ത് പറഞ്ഞല്ലോ അല്ലേ? പിന്നെ ഉപ്പയെ ഒരു നോക്ക് പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ കാരണം? നബിയെ പ്രസവിക്കുന്നതിന് മുമ്പ്, നബി ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ വഫാത്തായിട്ടുണ്ടായിരുന്നു. അത് 7 മാസം മുമ്പാണ്. അതൊന്ന് മനസ്സിലാക്കുക, അത് പ്രധാനമാണ്. അപ്പോൾ നബിയുടെ ഉപ്പയായ അബ്ദുള്ള വഫാത്താകുന്നത്
നബി തങ്ങൾ ജനിക്കുന്നതിൻ്റെ 7 മാസം മുമ്പാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നബി തങ്ങളുടെ ജനനത്തെക്കുറിച്ചൊന്ന് പറയുന്നുണ്ട്. AD 571 ഏപ്രിൽ മാസം 21-ാമത്തെ തീയതി. AD 571 ക്രിസ്താബ്ദവും ഹിജറ ഒന്നുമല്ല, AD 571 ഏപ്രിൽ 21-ാമത്തെ തീയതിയാണ്. അത് അറബി മാസം റബീഉൽ അവ്വൽ 12-നാണ്. റബീഉൽ അവ്വൽ 12 ആ ദിവസം അന്ന് തിങ്കളാഴ്ചയായിരുന്നു. ജനിച്ചത് മക്കയിൽ വെച്ചിട്ടാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ജനിച്ച AD വർഷം 571, അതാണ് ഒരു കാര്യം. മാസം ഏപ്രിൽ, പിന്നെ ഇംഗ്ലീഷ് മാസം ഏപ്രിലാണ്, തീയതി 21-ആണ്. ഇനി അറബി ആണെങ്കിലോ അറബി മാസം റബീഉൽ അവ്വലാണ്, തീയതി 12-ആണ്, ദിവസം തിങ്കളാഴ്ചയാണ്, മക്കയിൽ വെച്ചിട്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഇത് കൃത്യമായി മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ 2 കാര്യങ്ങളോട് പറയേണ്ടത്. ഒന്ന്, പിതൃവ്യനെക്കുറിച്ച് ചെറിയൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ അബൂ ത്വാലിബായിരുന്നല്ലോ. അബൂ ത്വാലിബ് 42 കൊല്ലം നബി തങ്ങൾക്ക് സംരക്ഷണം നൽകി. അപ്പോൾ അബൂ ത്വാലിബ് എത്ര കൊല്ലം? 42 കൊല്ലാണ് നബി തങ്ങൾക്ക് സംരക്ഷണം നൽകിയത്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പിതാമഹൻ എന്ന് പറഞ്ഞാൽ വല്ലിപ്പ അല്ലേ, അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ 8-ാം വയസ്സിൽ വഫാത്തായി. നബി തങ്ങളെ എത്രാമത്തെ വയസ്സിൽ? 8-ാമത്തെ വയസ്സിലാണ് അബ്ദുൽ മുത്തലിബ് വല്ലിപ്പ വഫാത്തായത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ പഠിച്ചു വെക്കുക, മനസ്സിലാക്കുക. ഇനി ഈ പാഠത്തിലെ തദ്രീബാത്ത് നോക്കാം നമുക്ക്. അതിൽ 1-ാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം എന്നാണ്. ഉത്തരം പറയാം. കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്, അതിൻ്റെ ഉത്തരം നിങ്ങൾ നോട്ടൊക്കെ എഴുതുന്ന സമയത്ത് നോട്ടിൽ എഴുതാം. 1-ാമത്തെ ചോദ്യം എന്താ? അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ സംരക്ഷണം ഏൽപ്പിച്ചത് ആരെ? അബ്ദുൽ മുത്തലിബ് അല്ലേ, നബി തങ്ങളുടെ സംരക്ഷണം ഏൽപ്പിച്ചത് ആരെയെന്ന് പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആരെയാണ്? നബിയുടെ പിതൃവ്യനായ അബൂ ത്വാലിബിനെയാണ്. അപ്പോൾ അബൂ ത്വാലിബിനെ എന്നിവിടെ എഴുതാം, അബൂ ത്വാലിബിനെ. 2-ാമത്തെ ചോദ്യം എന്താ? സ്നേഹവും കരുണയും ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ആര്? സ്നേഹവും കരുണയും ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു ആര്? അത് അബൂ ത്വാലിബ് തന്നെ. അപ്പോൾ പാഠഭാഗത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അബൂ ത്വാലിബ് എന്നിവിടെ എഴുതാം. ഇനി 3-ാമത്തെ ചോദ്യം എന്താ? അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിലായിരിക്കെ നബി തങ്ങൾ ആരെയാണ് വിവാഹം കഴിച്ചത്? അല്ലേ, അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിലിരിക്കുന്ന സമയത്താണ് നബി തങ്ങൾ ആദ്യമായി വിവാഹം ചെയ്തത്. അതാരെയാണ്? അത് ഖദീജ റളിയല്ലാഹു അൻഹയാണ് അല്ലേ. ആ വിവാഹത്തിന് നേതൃത്വം നൽകിയതും ആരാണ്? അബൂ ത്വാലിബാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ എന്നെഴുതാം. ഇനി 4-ാമത്തത് ഉപരോധം കാരണം നബി കുടുംബം താമസിച്ചത് എവിടെ? ഉപരോധം കാരണം നബി കുടുംബം താമസിച്ചത് എവിടെയാണ്? ഷെഅബിൽ എന്നാണല്ലോ പുസ്തകത്തിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എഴുതി വെക്കാം, ഷെഅബിൽ. ഇനി 5-ാമത്തെ ചോദ്യം എന്താ? പിതൃവ്യൻ നബി തങ്ങളെ സംരക്ഷിച്ചത് എത്ര വയസ്സ് വരെയാണ്? പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ അബൂ ത്വാലിബ്, അദ്ദേഹം സംരക്ഷിച്ചത് എത്ര വയസ്സ് വരെയാണെന്ന് അത് ശ്രദ്ധിക്കണേ. എത്ര കാലം എന്നല്ല, നബി തങ്ങളുടെ എത്ര വയസ്സ് വരെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ നോക്കുക? നബി തങ്ങളെ പിന്നെ അബൂ ത്വാലിബിനെ ഏൽപ്പിക്കുന്ന സമയത്ത് നബി തങ്ങൾക്ക് 8-ാമത്തെ വയസ്സിലാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ 8 വയസ്സ് അവിടെ ആയിട്ടുണ്ട്. പിന്നെ 42 വർഷം എന്ത് ചെയ്തു? സംരക്ഷിച്ചല്ലോ. അപ്പോൾ എത്ര വയസ്സ് വരെ സംരക്ഷിച്ചു? 50 വയസ്സ് വരെ സംരക്ഷിച്ചു. എത്ര വയസ്സ് വരെ? 50 വയസ്സ് വരെയാണ് പിതൃവ്യൻ നബി തങ്ങളെ സംരക്ഷിച്ചത്. ഇനി 2-ാമത്തെ ആക്ടിവിറ്റി എന്താണ്? കണ്ടെത്തുക എന്നാണ്. കണ്ടെത്തുക. അതിൽ 1-ാമത്തെ ചോദ്യം എന്താ? 1-ാമത്തേത് അബൂ ത്വാലിബിന് നബി തങ്ങളോട് വലിയ സ്നേഹമായിരുന്നു. ഒരു ഉദാഹരണം. അബൂ ത്വാലിബിന് നബി തങ്ങളോട് വലിയ സ്നേഹമായിരുന്നു. എന്താണ് ഉദാഹരണം? അത് പേജ് നമ്പർ 21 ഞാനൊന്ന് അടയാളപ്പെടുത്തി കാണിച്ചു തരാം. നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് കൃത്യമായി എന്താ? നബിയെ ഒപ്പമിരുത്തി മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. ഒരു ഉദാഹരണമാണ് അല്ലേ. അപ്പോൾ അതാണ് 2-ൽ 1-ാമത്തേൻ്റെ ഉത്തരം. ഇനി 2-ാമത്തേത് എന്താ? അബ്ദുൽ മുത്തലിബ് നബി തങ്ങളെ അബൂ ത്വാലിബിനെ ഏൽപ്പിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം. അബ്ദുൽ മുത്തലിബ് നബി തങ്ങളെ
അബൂ ത്വാലിബിനെ ഏൽപ്പിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം, ഇപ്പോൾ മരണാസന്നനായപ്പോൾ അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബിനെ ഏൽപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ സമയത്ത് നബി തങ്ങളുടെ പ്രായം എത്രയാണ്? അത് 8ാമത്തെ വയസ്സിലാണ് അല്ലേ? അത് പാഠഭാഗത്ത് എവിടെ പറയുന്നത്? 4ാമത്തെ വരിയിൽ പറയുന്നു, നബി തങ്ങളുടെ 8ാം വയസ്സിൽ, നബി തങ്ങളുടെ 8ാം വയസ്സിൽ ഉപ്പാപ്പയും ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പറഞ്ഞിട്ട്, അതേ സമയത്ത് മരണാസന്നനായപ്പോൾ നബി തങ്ങൾക്ക് സംരക്ഷണം നൽകാനായി അബൂ ത്വാലിബിനെ ചുമതലപ്പെടുത്തി എന്നൊക്കെ താഴ്ഭാഗത്ത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എത്രാം വയസ്സിലാണെന്ന് ചോദിച്ചാൽ 8ാം വയസ്സിൽ എന്ന ആൻസർ ചെയ്താം. അതാണ് 2ാമത്തേൻ്റെ ഉത്തരം. 8ാം വയസ്സിൽ, അത് മുഴുവനായിട്ട് ഇതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. അപ്പോൾ ഇവിടെ ഇതാ 8ാം വയസ്സിൽ. ഇനി 3ാമത്തെ ചോദ്യം എന്താ? അബൂ ത്വാലിബ് നബി തങ്ങളെ കഅബ ഷരീഫിൽ കൊണ്ടുപോവാൻ കാരണം. അബൂ ത്വാലിബ് നബി തങ്ങളെ കഅബ ഷരീഫിൽ കൊണ്ടുപോകുവാൻ കാരണം എന്താണ്? അതിൻ്റെ കാരണം പാഠഭാഗത്ത് അഥവാ 22ാമത്തെ പേജിൽ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ അത് 3ാമത്തേൻ്റെ ഉത്തരമാണ്. എന്താണ്? നബി തങ്ങളുടെ കുട്ടിക്കാലത്ത് മക്കയിൽ ഒരു വരൾച്ചയുണ്ടായി. ജനങ്ങൾ അബൂ ത്വാലിബിനെ സമീപിച്ചു, അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചു. അങ്ങനെ അദ്ദേഹം നബി തങ്ങളെയും കൊണ്ട് കഅബ ഷരീഫിലെത്തി. അപ്പോൾ കാരണം അതാണ്. ഈ അറിയിച്ചു എന്നത് വരെ എഴുതിയാൽ മതിയാവും. നബി തങ്ങളുടെ കുട്ടിക്കാലത്ത് മക്കയിൽ ഒരു വരൾച്ചയുണ്ടായി, ജനങ്ങൾ അബൂ ത്വാലിബിനെ സമീപിച്ചു, അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചു. അതാണ് കാരണം. ഇനി 4ാമത്തെ ചോദ്യം എന്താ? അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിൽ നബി തങ്ങൾ വളർന്ന കാലം. അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിൽ നബി തങ്ങൾ വളർന്ന കാലം അതേ പേജിൽ നമ്മളിപ്പോൾ പറഞ്ഞ ബോക്സിൻ്റെ തൊട്ട് മുകളിൽ അത് പറയുന്നു. 42 വർഷമാണ് നബി തങ്ങൾ പിതൃവ്യൻ്റെ തണലിൽ വളർന്നത്. അപ്പോൾ 42 വർഷം എന്ന് എഴുതിയാൽ മതി. അതാണ് 4ാമത്തേൻ്റെ ഉത്തരം. പിന്നെ അതുപോലെ 3ാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഒരു കഥയായി അവതരിപ്പിക്കുക എന്നാണ്. അതിലെ ചോദ്യം എന്താണ്? മക്കയിലുണ്ടായ വരൾച്ച പരിഹരിച്ച സംഭവം ഉണ്ടല്ലോ, അത് കഥയായിട്ട് അവതരിപ്പിക്കാനാണ്. അത് നമുക്ക് പാഠഭാഗത്ത് 22ാമത്തെ പേജിൽ ആ ബോക്സിൽ ആ കഥ കൊടുത്തിട്ടുണ്ട്, ആ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കഥയായി അവതരിപ്പിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്രീബാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ, അതേപോലെ ആൻസർ കീ, ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.